ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഊബർ ടാക്സി വാടകയ്ക്ക് വിളിച്ച് ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ കൗമാരക്കാരൻ ഉൾപ്പെടെ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂട്ടുപ്രതിയായ സുഹൃത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കാർ തട്ടിയെടുക്കൽ ആസൂത്രണം ചെയ്തത് കൗമാരക്കാരനെന്ന് പോലീസ്. രമ്യ ഹരിദാസ് എംപിയുടെ പ്രസ്താവന തള്ളി വനിതാ കമ്മീഷൻ. ഒരു ഘട്ടത്തിലും പക്ഷപാതപരമായി പെരുമാറിയിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. ശക്തനഗറിലും വടക്കേ സ്റ്റാൻഡിലും പൂരനഗരിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ പുരോഗമിക്കുന്നു. ശക്തനിൽ സ്കൈവാക്കും വടക്കേ സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡുമാണ് ഒരുങ്ങുന്നത്. ഗതാഗത കുരുക്കഴിയാതെ പുഴയ്ക്കൽ. യാത്രക്കാർക്ക് വെല്ലുവിളിയായി പഴയ പാലത്തിലെ കുഴികൾ. ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടികൂടുന്നത് തുടർക്കഥയാകുന്നു. ഭക്ഷണം വിഷമാകുന്നതറിയാതെ ഉപഭോക്താക്കൾ. പെട്രോൾ പമ്പ് ഉടമ മനോഹരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ റിമാൻഡിൽ. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അന്വേഷണ സംഘം കണ്ടെടുത്തു. അളഗപ്പ നഗറിൽ ഊബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ കൗമാരക്കാരനടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി തോപ്പുംപടി സാന്താം കോളനി സ്വദേശി 19 വയസ്സുള്ള മൻസൂർ, ആലുവ ആലങ്ങാട് സ്വദേശിയായ കൗമാരക്കാരൻ എന്നിവരാണ് പിടിയിലായത്. ചാലക്കുടി ഡിവൈഎസ്പി CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂരിൽ നിന്നും പുതുക്കാട്ടേക്ക് ഊബർ ടാക്സി ബുക്ക് ചെയ്ത് ഓട്ടത്തിനിടയിൽ അളഗപ്പ നഗറിൽ വെച്ച് ഡ്രൈവർ കരുവാപ്പടി സ്വദേശി പാണ്ടാരി വീട്ടിൽ രാകേഷിനെയാണ് ഇവർ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവശേഷം കാറുമായി കടന്ന സംഘം കാലടിയിൽ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ റേഞ്ച് DIG S സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ജില്ലാ പോലീസ് മേധാവി KP വിജയകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ മൻസൂർ കുറച്ചുനാൾ മുൻപ് വരെ UAE-യിലെ സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്നു. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO SP സുധീരൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI ജിനുമോൻ തച്ചേത്ത, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, BU സിൽജോ, AU റെജി, ഷീജോ തോമസ്, പുതുക്കാട് അഡീഷണൽ SI സുരേഷ്, ASI TP പോൾ, സീനിയർ CPOമാരായ CA ഷാജു, ജോയി കാരാത്ര എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV പുതുക്കാട്. ഊബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത കേസിലെ സൂത്രധാരൻ കൗമാരക്കാരൻ. കവർച്ച കൂട്ടുപ്രതിയായ സുഹൃത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാനെന്ന് പോലീസ്. ഏറെ സുരക്ഷാ സംവിധാനങ്ങളുടെ സർവീസ് നടത്തുന്ന ഊബർ ടാക്സി കാർ തട്ടിയെടുത്തതിന് പിന്നിൽ കൗമാരക്കാരനായ പ്രതിയുടെ ആസൂത്രണം. കത്തിയും മാരകായുധങ്ങളുമായാണ് കാർ തട്ടിയെടുക്കാൻ ഇവർ എത്തിയത്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്ന കൗമാരക്കാരനായ പ്രതി ഊബർ ടാക്സി തട്ടിയെടുക്കുന്നത് ആസൂത്രണം ചെയ്യുന്നതിനായി ആലുവയിൽ ഇത്തരം വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നു. പ്രതികൾ ഇരുവരും എറണാകുളത്തെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരായിരുന്നു. കൂട്ടുപ്രതിയായ മൻസൂറിനുണ്ടായ 30,000 രൂപയുടെ കടം വീട്ടാൻ വേണ്ടിയാണ് പ്രതികൾ ഇരുവരും ചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തത്. തട്ടിയെടുത്ത വാഹനം കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ എത്തിച്ച് പൊളിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ആലുവയിൽ നിന്ന് മദ്യപിച്ച ശേഷം ട്രെയിനിൽ തൃശ്ശൂരിലെത്തിയ പ്രതികൾ ഊബർ ടാക്സി ബുക്ക് ചെയ്ത് പുതുക്കാട്ടേക്ക് ഓട്ടം വിളിക്കുകയായിരുന്നു. പുതുക്കാട് എത്തിയ ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഡ്രൈവറുടെ കണ്ണിൽ നീറുന്ന തരത്തിലുള്ള സ്പ്രേ കൗമാരക്കാരൻ അടിക്കുകയും മുൻസീറ്റിലിരുന്നിരുന്ന മൻസൂർ ഇരുചക്രവാഹനത്തിൻ്റെ പൽചക്രം ഉപയോഗിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് കൗമാരക്കാരനായ പ്രതി കത്തി കാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഡ്രൈവറുടെ പേഴ്സെടുത്ത് കാറുമായി കടന്നുകളയുകയായിരുന്നു. കൗമാരക്കാരനായ പ്രതിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. പോലീസിന്റെ ദ്രുതഗതിയിലുള്ള തുടരന്വേഷണമാണ് പ്രതികൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിടിയിലാകാൻ കാരണം. ഊബർ ടാക്സി ബുക്ക് ചെയ്ത ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. അന്വേഷണം വഴിതെറ്റിക്കാനായി ചെന്നൈ സ്വദേശിയുടെ പേരിലുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ഇവർ ഊബർ ടാക്സി ബുക്ക് ചെയ്തിരുന്നത്. TCV പുതുക്കാട്. രമ്യ ഹരിദാസ് എംപിയുടെ പ്രസ്താവന തള്ളി വനിതാ കമ്മീഷൻ. കമ്മീഷൻ ഒരു ഘട്ടത്തിലും പക്ഷപാതപരമായി പെരുമാറിയിട്ടില്ലെന്ന് അധ്യക്ഷ MC ജോസഫൈൻ. തൃശൂരിൽ നടന്ന അദാലത്തിൽ കമ്മീഷൻ തീർപ്പാക്കിയത് 34 പരാതികൾ.
മൊത്തം 68 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 34 എണ്ണം തീർപ്പാക്കി. 8 പരാതികളിന്മേൽ പോലീസിൽ നിന്ന് റിപ്പോർട്ട് നേടി. ശേഷിച്ച പരാതികൾ മാറ്റിവെച്ചു. മാള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ സ്ത്രീയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ CPOയെ കമ്മീഷൻ വിളിച്ചു വരുത്തിയതായും തെറ്റ് സമ്മതിച്ച പോലീസുകാരെ സംഭവത്തിൽ മാപ്പ് പറയുകയും കേസ് അവസാനിപ്പിച്ചതായും കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ പറഞ്ഞു. മുറ്റിച്ചൂരിൽ ഗവൺമെന്റ് LP സ്കൂളിലെ താൽക്കാലിക പാചകക്കാരിയെ PTA പിരിച്ചുവിട്ട സംഭവത്തിൽ DPIയോടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും പിരിച്ചുവിട്ട നടപടിയിലെ അപാകതകൾ പരിശോധിക്കുമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ജോലിസ്ഥലത്തു നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച പരാതികളും പ്രായമായ അമ്മമാരുടെ പരാതികളും കൂടുതൽ തൃശൂരിൽ നിന്നാണെന്നും MC ജോസഫൈൻ പറഞ്ഞു. വനിതാ കമ്മീഷൻ പക്ഷപാതം കാട്ടുന്നുവെന്ന ആലത്തൂർ MP രമ്യ ഹരിദാസിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി രമ്യ ഹരിദാസിന്റെ ആക്ഷേപത്തെ തള്ളിക്കളയുന്നതായും രമ്യക്കെതിരെ മോശം പരാമർശം നടത്തിയ LDF കൺവീനർ A വിജയരാഘവനെ താൻ ശക്തമായി വിമർശിച്ചുവെന്നും അതുതന്നെ വലിയ ശിക്ഷയായാണ് കരുതുന്നതെന്നും MC ജോസഫൈൻ പറഞ്ഞു. രമ്യ ഹരിദാസിൻ്റെ ആക്ഷേപത്തെ ഞാൻ തള്ളിക്കളയാണ്. കാരണം രമ്യ ഹരിദാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അന്ന് രമ്യ ഹരിദാസിനെ പറ്റി ഒരു പരാമർശം നടത്തിയെന്ന് പറയുന്ന വിജയരാഘവൻ, അദ്ദേഹം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. എന്നോടൊപ്പം കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളാണ്. LDFൻ്റെ കൺവീനറാണ് ആണല്ലോ. പക്ഷേ ആ സഡൻ കേരളത്തിൽ രമ്യ ഹരിദാസിന് അനുകൂലമായിട്ട് വിജയരാഘവനെ ശക്തമായി വിമർശിച്ച് കുറ്റപ്പെടുത്തിയ ആൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പെട്രോൾ ആക്രമണം അടക്കമുള്ള സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച കമ്മീഷൻ അധ്യക്ഷ ഇതിനെതിരെ സമൂഹം ജാഗരൂകരാകണമെന്നും കൂട്ടിച്ചേർത്തു. കമ്മീഷന്റെ അധികാര പരിമിതി സംബന്ധിച്ച് സമൂഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങളുണ്ടാകണമെന്നും കമ്മീഷന്റെ പല നിർദ്ദേശങ്ങളും നടപ്പിലാകുന്നില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ശക്തനഗറിലും വടക്കേ സ്റ്റാൻഡിലും പൂരനഗരിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ പുരോഗമിക്കുന്നു. ശക്തനിൽ സ്കൈവാക്ക് പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ വടക്കേ സ്റ്റാൻഡിൽ വൈറ്റില ഹബ് മാതൃകയിൽ ആധുനിക ബസ് സ്റ്റാൻഡുമാണ് യാഥാർത്ഥ്യമാവുക. ശക്തൻ നഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സ്കൈവാക്ക് പദ്ധതിയുടെ പൈലിംഗ് വർക്കുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. പച്ചക്കറി മാർക്കറ്റ്, മത്സ്യമാംസ മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, പ്രദർശന നഗരി എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വൃത്താകൃതിയിലുള്ള സ്കൈവാക്ക് യാഥാർത്ഥ്യമായാൽ ശക്തൻ നഗറിന്റെ മുഖച്ഛായ മാറുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ ഫണ്ടിനൊപ്പം സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും പദ്ധതിയുടെ വിഹിതം പങ്കുവയ്ക്കും. 6 മീറ്റർ ഉയരത്തിൽ 250 മീറ്റർ നീളത്തിലാണ് മേൽക്കുരയോടുകൂടിയ സ്കൈവാക്ക് സജ്ജമാക്കുക. പ്രവേശന കവാടങ്ങളിൽ എസ്കലേറ്ററോ ലിഫ്റ്റ് സൗകര്യങ്ങളോ സജ്ജമാക്കേണ്ടതുണ്ട്. വ്യാപാരികൾക്ക് അല്പം ആശങ്കയുണ്ടെങ്കിലും കാൽനട യാത്രികർക്ക് സ്ഥിരം അപകട ഭീഷണി ഉയർത്തുന്ന ശക്തൻ നഗറിൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സ്കൈവാക്കിനേക്കാളും അടിയന്തരമായി ശക്തൻ സ്റ്റാൻഡ് നവീകരണവും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവുമാണ് വേണ്ടതെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. വടക്കേ സ്റ്റാൻഡിൽ സ്വകാര്യ ബാങ്കിന്റെ സഹായത്തോടെയാണ് ആധുനിക രീതിയിലുള്ള ബസ് ടെർമിനൽ സജ്ജമാക്കുന്നത്. വൈറ്റില ഹബ്ബ് മാതൃകയിൽ സജ്ജമാക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കടന്നുവരുന്ന പൂരനഗരിയുടെ പ്രധാനപ്പെട്ട 2 ഇടങ്ങളും ഹൈടെക്കായി മാറുമെന്നും കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് അഭിമാനിക്കത്തക്ക നേട്ടമായി ഇവ മാറുമെന്നുമാണ് വിലയിരുത്തൽ. TCV ന്യൂസ്, തൃശൂർ. കുരുക്കണിഞ്ഞ് വീണ്ടും പുഴയ്ക്കൽ. ഈ പാതയിലൂടെയുള്ള യാത്രയ്ക്ക് വെല്ലുവിളിയായി പഴയ പാലത്തിലെ വൻ കുഴികൾ. ടാറിംഗ് ഇളകിയ പാലത്തിലൂടെയുള്ള വാഹനയാത്ര അത്യന്തം അപകടം നിറഞ്ഞതായി മാറി. പുതിയ പാലം വന്നിട്ടും പുഴയ്ക്കൽ കടക്കാൻ വാഹനങ്ങൾ പാടുപെടുകയാണ്. പഴയ പാലത്തിൽ രൂപപ്പെട്ട വൻ കുഴികളാണ് തൃശൂർ ഭാഗത്തേക്കുള്ള സുഗമമായ യാത്രയ്ക്ക് തടസ്സമാകുന്നത്. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയുടെ ശാപമായി തീർന്ന പുഴയ്ക്കൽ കുരുക്കിന് ആഴ്ചകൾക്ക് മുൻപ് പുതിയ പാലം തുറന്നുകൊടുത്താണ് പരിഹാരം കണ്ടത്. എന്നാൽ ഈ പാതയിലെ യാത്രാ ദുരിതത്തിന് അതുകൊണ്ട് മാത്രം ശമനമാകുന്നില്ല. പുഴയ്ക്കൽ പഴയ പാലമാണ് ഇതിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ടാറിംഗ് പൂർണ്ണമായും ഇളകിയ പാലത്തിൽ വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ബൈക്ക് അടക്കമുള്ള ചെറുതും വലുതുമായ വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഇളകിത്തെറിച്ച മെറ്റലുകളിൽ കയറി ഇരുചക്ര വാഹനങ്ങൾ പാളുന്നതും ബസ് അടക്കമുള്ള വാഹനങ്ങൾ കുഴികളിൽ ചാടി നിന്നു പോകുന്നതും പതിവായി. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. രോഗികളുമായി പായുന്ന ആംബുലൻസുകൾക്കും തകർന്ന റോഡ് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ സമ്മാനിക്കുന്ന കുരുക്കും വാഹന തകരാറും ഓട്ടോ ടാക്സി ജീവനക്കാരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കാലങ്ങളായിട്ട് ഇതേപടി കിടക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് പല ടാക്സി കുട്ടി എഞ്ചിനീയർ വിളിച്ചു പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വന്നിട്ട് ഒരു വഴിപാട് പോലെ കുറേ മെറ്റലും അതിൽ കുറച്ച് ടാറും ഇട്ടിട്ട് പോകും. ഇത് അന്നത്തെ ഒരു ദിവസം മാത്രം ബ്ലോക്ക് ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസം ബ്ലോക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തട്ടലും മുട്ടലും ഒക്കെ പതിവാണ്. നല്ല നീളത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്കുകൾ തീർന്നു.
ഇതിനു പുറമെ പാലത്തിലെ നടപ്പാതയുടെ സ്ലാബടക്കം തകർന്നു താഴ്ന്നത് കാൽനടയാത്രയും ദുഷ്കരമാക്കി മാറ്റി. പാലത്തിന് സമീപം ആമ്പക്കാടൻ ജംഗ്ഷനിൽ എതിർദിശയിലെ വാഹനങ്ങളെ ഗവനിക്കാതെയുള്ള അശാസ്ത്രീയമായ യു ടേണും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഇതേസമയം പുതിയ പാലം വന്നതോടെ കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനയാത്ര സുഗമമായി എന്നത് യാത്രക്കാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പാലത്തിന് തന്നെ ഭീഷണിയായേക്കാവുന്ന കുഴികളടയ്ക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അടിയന്തര ഇടപെടലാണ് ഇനി ആവശ്യം. പുഴയ്ക്കൽ പാലത്തിൽ നിന്നും ക്യാമറമാൻ ഷിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടികൂടുന്നത് തുടർക്കഥയാകുന്നു. ഭക്ഷണം വിഷമാകുന്നതറിയാതെ ഉപഭോക്താക്കൾ. ചടയമംഗലത്ത് ഹോട്ടലിലെ കുഴിമന്തി കഴിച്ച 3 വയസ്സുകാരി മരിച്ച വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഹോട്ടൽ ഭക്ഷണം വിഷമായി മാറുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. ഷവർമ കഴിച്ച് യുവാവ് മരിച്ചത് വഴുതക്കാടാണ്. ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടുന്നത് തുടർക്കഥയായിരിക്കുന്നു. ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയും മീനും പാലുമെല്ലാം പിടികൂടുമ്പോൾ പിഴ ചുമത്തുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഹോട്ടലുകൾ വീണ്ടും തുറക്കും, പഴയപടി ആവർത്തിക്കുകയും ചെയ്യും. രുചിക്ക് അജിനമോട്ടോയും കൃത്രിമ കൊഴുപ്പുകളും, കൃത്രിമ നിറങ്ങൾ, പഴകിയ എണ്ണ ഇതെല്ലാം ഹോട്ടലുകളിൽ സർവ്വസാധാരണമായി കഴിഞ്ഞു. ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണം ചൂടാക്കി വിളമ്പുമ്പോൾ കഴിക്കുന്നവർ രുചി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പാചകം ചെയ്തതും ചെയ്യാത്തതുമായ ഭക്ഷണങ്ങൾ ഒരേ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ഹാനികരമായ ബാക്ടീരിയകൾ പെരുകുന്നു. സ്റ്റഫൈലോകോക്കസ് ഏരിയസ്, സാൽമോണല്ല, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, കംസൈലോബാക്ടർ, കോളിഫം തുടങ്ങിയവ അപകടകരമായതും മരണകാരണമായേക്കാവുന്നതുമായ ബാക്ടീരിയകളാണ്. ശുചിത്വക്കുറവും ഭക്ഷ്യവിഷബാധകൾക്ക് കാരണമാകാറുണ്ട്. ഭക്ഷണം വിഷമായി മാറുമ്പോൾ പരിശോധനയും നടപടിയും കർശനമാക്കേണ്ടതുണ്ട്. TCV, തൃശൂർ. ഇനിയൊരു ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കയ്പമംഗലത്തെ പെട്രോൾ പമ്പ് ഉടമയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതികളെ കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച മുതൽ കൂടുതൽ അന്വേഷണത്തിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. അൻസാറിനെ ഇരിങ്ങാലക്കുട സബ് ജയിലിലും സ്റ്റിയോ, അനസ് എന്നിവരെ കാക്കനാട് ബോസ്റ്റൽ സ്കൂളിലുമാണ് താമസിപ്പിക്കുക. പ്രതി അനസിനെ പനമ്പിക്കുന്നിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ജനക്കൂട്ടം രോഷാകുലരായി. ഇതേ തുടർന്ന് തെളിവെടുപ്പ് വേഗം പൂർത്തിയാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. മനോഹരൻ പമ്പിൽ നിന്നും കാറിൽ കയറി വീട്ടിലേക്ക് പോയ പനമ്പിക്കുന്ന് പടിഞ്ഞാറു ഭാഗത്തേക്കുള്ള റോഡിലെ വളവിൽ വച്ചാണ് കാർ തട്ടിയെടുത്തതെന്ന് അനസ് പോലീസിന് മൊഴി നൽകി. ബലം പ്രയോഗിച്ച് മനോഹരനെ കാറിൽ കയറ്റുന്നതിനിടെ മനോഹരന്റെ ചെരുപ്പ് താഴെ വീണിരുന്നു. ഒരു ചെരുപ്പ് സ്ഥലത്തുനിന്ന് കണ്ടെടുത്തു. ഈ സ്ഥലത്തു നിന്നുള്ള പുല്ലുകളും മനോഹരന്റെ കാറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പ്രതികൾ കൃത്യം നടത്താനായി ഉപയോഗിച്ച ബൈക്ക് മതിലകം മതിൽമൂലയിൽ താമസിക്കുന്ന അൻസാറിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. 3-ാം പ്രതി അൻസാറാണ് ബൈക്ക് മതിലകത്തുപേക്ഷിച്ച് കാറിൽ കയറിപ്പോയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വാടാനപ്പള്ളി CI KR ബിജു, കയ്പമംഗലം SI ജയേഷ് ബാലൻ, ASI സന്തോഷ് എന്നിവർ തെളിവെടുപ്പ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. രാമവർമ്മപുരം പള്ളിമൂലയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ലോറിയിലിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. വടക്കാഞ്ചേരി സ്വദേശി ആലിംപറമ്പിൽ 19 വയസ്സുള്ള ജെറിൻ എബിയാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. സുഹൃത്തിന്റെ ബൈക്ക് നന്നാക്കാൻ പോകുന്നതിനിടയിലാണ് അപകടം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കോഴിക്കോട് സ്വദേശി സൽമാനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. AR ക്യാമ്പിലെ പോലീസുകാരാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത്. കോടതിയുടെ ഉത്തരവുമായി എത്തിയവർ ബലം പ്രയോഗിച്ച് വിധി നടപ്പാക്കി മടങ്ങി. കുട്ടികളെയും അപ്പൂപ്പനെയും സംരക്ഷണ കേന്ദ്രങ്ങളിലുമാക്കി. എന്നാൽ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഇവിടെ ചില ജീവനുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ദൈന്യതയാർന്ന ഈ നോട്ടങ്ങളെ പ്രതിരോധിക്കാൻ നമുക്കാകില്ല. അന്നം തന്നിരുന്നവരെ 4 ദിവസമായി കാണാത്തതിന്റെ ആശങ്കകളുണ്ട് ഈ മുഖങ്ങളിൽ. പുതിയ അവകാശികൾക്കും ഇവരെ വേണ്ട. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് കോടതി ഉത്തരവുമായി ആമീനെത്തി കുടിയൊഴിപ്പിച്ച ബിന്നിയുടെ വീട്ടിലെ അവസ്ഥയാണിത്. 4 നായ്ക്കൾ, ആട്, പക്ഷികൾ. കാലിയായ ഭക്ഷണപാത്രത്തെ നോക്കി ഒട്ടിയ വയറുമായി കിടക്കുകയാണിവർ. നായ്ക്കൾ അവശരാണ്. അപരിചിതരെ കാണുമ്പോഴേക്കും കുരച്ചു ചാടിയിരുന്നവർക്ക് ഇപ്പോൾ തല പൊക്കാൻ പോലും കഴിയുന്നില്ല. പാത്രത്തിൽ വീണ മഴവെള്ളം മുത്തിക്കുടിച്ച് ദാഹമകറ്റുകയാണ് പക്ഷികൾ.
കഴുത്തിൽ കുരുക്കിയ കയറിൽ വലിച്ച് പുൽത്തലപ്പുകൾ കൊണ്ട് വിശപ്പകറ്റാൻ പറ്റുമോ എന്ന പരിശ്രമത്തിലാണ് ആട്. കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ സർവ്വസന്നാഹങ്ങളുമായി എത്തിയ സംഘം വീടിന്റെ വാതിൽ തകർത്ത് വീടൊഴിപ്പിച്ചപ്പോൾ കുട്ടികളെയും ഭാര്യാപിതാവിനെയും പോലീസ് സഹായത്തോടെ തൃശൂരിലെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. നിരവധി തവണ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം നടന്നു കിട്ടിയതോടെ ഒരു വലിയ പുലിവാലൊടിഞ്ഞ സന്തോഷത്തിൽ നോട്ടീസ് പതിച്ച് അവകാശമുറപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുത്തവർ പക്ഷേ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെ മറന്നു. TCV കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തുലാഭാരതട്ടിലെ കശുവണ്ടി മോഷ്ടിച്ച സംഭവത്തിൽ കരാറുകാരന്റെയും സഹായിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. മമ്മിയൂർ ഒല്ലേക്കാട്ട് മനോജൻ, കൂനമൂച്ചി കണ്ടംപുള്ളി പ്രമോദ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സോഫി തോമസ് തള്ളിയത്. കഴിഞ്ഞ വർഷം 25,000 രൂപയ്ക്ക് എടുത്ത തുലാഭാരം കരാർ ഈ വർഷം 19 ലക്ഷം രൂപയ്ക്കാണ് എടുത്തത്. ക്രമക്കേട് നടത്തണമെന്നുദ്ദേശിച്ചാണ് ഇത്രയും അന്തരം വരുന്ന തുകയ്ക്ക് കരാർ എടുത്തതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ലെന്ന് കണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KD ബാബു ഹാജരായി. പുതുക്കിയ മോട്ടോർ വാഹന നിയമം പ്രാബല്യത്തിൽ വന്നതോടെ കൂടുതൽ സ്മാർട്ടാകാൻ തയ്യാറെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ സ്മാർട്ട് എൻഫോഴ്സ്മെന്റ് രൂപീകരിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ നേട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. വഴിയിൽ കാത്തുനിന്ന് നിയമലംഘകരെ പിടികൂടുക എന്ന രീതിക്കാണ് ഇതോടെ മാറ്റം വരിക. ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ ഫോട്ടോ എടുത്ത് കേസ് ഷീറ്റ് തയ്യാറാക്കി കുറ്റകൃത്യം ചെയ്തയാൾക്ക് അയച്ചു കൊടുക്കുന്ന രീതിയാണിത്. പിഴ നേരിൽ ഹാജരായി അടച്ചില്ലെങ്കിൽ തുടർ നടപടികൾ കോടതിയിലേക്ക് വിടും. ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം വഹിക്കാവുന്ന തേർഡ് ഐ എൻഫോഴ്സ്മെന്റിനും രൂപം നൽകിയിട്ടുണ്ട്. ജൂലൈയിലെ ട്രാഫിക് കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു. ട്രാഫിക് നിയമലംഘനത്തിന് ഉയർന്ന പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന നിയമം സെപ്റ്റംബർ 1 തീയതി മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഗജവീര പ്രൗഢിയോടെ സൂപ്പർ ബൈക്കുകളും കാറുകളും പൂരനഗരിയിൽ തലയെടുപ്പോടെ അണിനിരുന്ന വാഹനപൂരം തൃശൂർ മോട്ടോർ ഷോ ആസ്വാദികരമായി. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗമാണ് തൃശൂർ തെക്കേ ഗോപുരനടയിൽ മോട്ടോർ ഷോ ഒരുക്കിയിട്ടുള്ളത്. റഷ്യൻ ആർമി ട്രക്ക് അടക്കമുള്ള പുപ്പുലികളും സൂപ്പർ ബൈക്കുകളും വിന്റേജ് കാറുകളുമെല്ലാമാണ് മോട്ടോർ ഷോയുടെ പ്രധാന ആകർഷണം. ഇതിനു പുറമെ ബൈക്ക് സ്റ്റണ്ടുകളും വാഹന റാലിയും അടക്കമുള്ള ത്രസിപ്പിക്കുന്ന പ്രകടനങ്ങളും മോട്ടോർ ഷോയെ വാഹനപ്രേമികളുടെ പ്രിയപ്പെട്ടതാക്കി തീർക്കുന്നു. ഒരു കാലത്ത് നിരത്തുകളിലെ രാജാക്കന്മാരായിരുന്ന വിന്റേജ് കാറുകളും ബൈക്കുകളും തന്നെയാണ് പ്രദർശനത്തിൽ കാഴ്ചക്കാർക്ക് ഹരം പകരുന്നത്. സൂപ്പർ കാറുകളും ബൈക്കുകളും ലക്ഷറി വാഹനങ്ങളും അടക്കമുള്ള പുതുപുത്തൻ മോഡലുകളും ഗജവീര പ്രൗഢിയോടെ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. മോഡിഫൈഡ് വാഹനങ്ങൾ, സ്വന്തമായി ഡിസൈൻ ചെയ്ത വാഹനങ്ങൾ, മിനിയേച്ചർ കളക്ഷനുകൾ, വാഹനങ്ങളുടെ പ്രവർത്തനം അവതരിപ്പിക്കുന്ന എഞ്ചിൻ മോർച്ചറി എന്നിവയും വാഹനപൂരത്തെ വേറിട്ടതാക്കുന്നു. ഗജവീരമാർക്കൊപ്പം നിന്ന് ഫോട്ടോയെടുക്കുന്നതിന് സമാനമായി വാഹനപൂരത്തിലെ വീരനായകന്മാർക്കൊപ്പം സെൽഫി എടുക്കുന്ന വാഹനപ്രേമികളാണ് മോട്ടോർ ഷോയെ നെഞ്ചേറ്റിയത്. ചാറ്റൽ മഴയെ അവഗണിച്ചരങ്ങേറിയ റാലിയും ബൈക്ക് സ്റ്റണ്ടും വീക്ഷിക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൂരം പെയ്തിറങ്ങുന്ന തെക്കേ നടയിൽ ആരംഭിച്ച മോട്ടോർ ഷോ 20 തീയതി വരെ നീണ്ടു നിൽക്കും. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസിനെതിരെ കണ്ണൂരിലെ CPM നേതാക്കൾക്ക് ഒരു വിഭാഗം ദേവസ്വം ജീവനക്കാർ ഇമെയിലിൽ പരാതിയച്ച കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കാണ് മോഷണം പോയത്. ദേവസ്വം തലത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഹാർഡ് ഡിസ്ക് കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ടെമ്പിൾ SHO C. പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് ദേവസ്വം ഓഫീസിലെത്തി ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാൻ ഓഫീസിൽ എത്താത്തതിനാൽ ഭരണസമിതി യോഗം ദിവസങ്ങളായി ചേർന്നിരുന്നില്ല. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടക്കുന്ന ദേശീയ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാനുള്ള ആവേശത്തിലാണ് അരിമ്പൂർ വിദ്യാരണ്യ വിദ്യാനികേതനിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അമൃത പ്രദീപ്. 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടിയാണ് ഈ കൊച്ചുമിടുക്കി വിജയക്കൊടി പാറിക്കുന്നത്. മനക്കുടി പൂവശ്ശേരി വീട്ടിൽ പ്രദീപിന്റെയും കവിതയുടെയും മകളാണ് അമൃത. ചാലക്കുടിയിൽ നടന്ന ജില്ലാ ശാസ്ത്രമേളയിൽ സയൻസ് വിഭാഗം നിശ്ചല മാതൃകയിൽ ദുരന്ത നിവാരണം എന്ന വിഷയം അവതരിപ്പിച്ച അമൃത എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. ഇതിനുശേഷം സംസ്ഥാന തലത്തിൽ കോട്ടയത്ത് നടന്ന ശാസ്ത്രമേളയിലും എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. കോട്ടയത്തേക്ക് പോയി സ്റ്റേറ്റ് ലെവലിൽ എന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ സോണൽ ലെവലിലേക്ക് സെലക്ട് ആയി. അതും ഇതന്നെയായിരുന്നു എൻ്റെ ടോപ്പിക്. ദുരന്ത നിവാരണം എന്ന വിഷയത്തിൽ അമൃത അവതരിപ്പിച്ച പ്രകൃതി ദുരന്തവും മനുഷ്യനിർമ്മിത ദുരന്തവും എന്ന നിശ്ചല മാതൃകയാണ് ജനശ്രദ്ധ നേടിയത്. വെള്ളപ്പൊക്കം, കാട്ടുതീ, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, ഉരുൾപൊട്ടൽ ഇവയെല്ലാം നിശ്ചല ദൃശ്യത്തിൽ ഒരുക്കിയ അമൃതയ്ക്ക് പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം 1ാം സ്ഥാനം നേടിക്കൊടുത്തു.
പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും വേണ്ട വിവരങ്ങളും അമൃത കാണികൾക്കു നൽകി. ചെന്നൈയിൽ നടന്ന ദക്ഷിണ മേഖലാ ശാസ്ത്രമേളയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ശാസ്ത്രമേളയിലും ദുരന്ത നിവാരണം എന്ന വിഷയത്തിൽ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയാണ് ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത്. സ്കൂളിലെ അധ്യാപകരും രക്ഷാകർതൃ പ്രതിനിധികളും അമൃതയെ അനുമോദിച്ചു. പ്രധാനാധ്യാപിക ഇന്ദു ഇനിയാൽ, മിനി രഘുനാഥ്, രാധിക വിശ്വനാഥൻ, സുധീഷ് മേനോത്തുപറമ്പിൽ, ശ്രീനിവാസൻ, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV അന്തിക്കാട്. ഇടവേള. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. വാർത്തകളിലേക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തിയ സ്ത്രീക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി സ്വർണ്ണമാല തട്ടിയെടുത്തതായി പരാതി. ആലത്തൂർ സ്വദേശി ലക്ഷ്മിയാണ് തട്ടിപ്പിന് ഇരയായത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. സ്വയം പരിചയപ്പെട്ട് അടുപ്പം സ്ഥാപിച്ചാണ് ലക്ഷ്മിക്ക് യുവതി ജ്യൂസ് നൽകിയത്. ജ്യൂസ് കഴിച്ചതിനെ തുടർന്ന് 3 മണിക്കൂറോളം മയങ്ങിക്കിടന്ന ലക്ഷ്മിയുടെ 1 പവന്റെ മാല നഷ്ടപ്പെട്ടെന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്തരിച്ച വ്യവസായ പ്രമുഖനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായിരുന്ന പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന് ജന്മനാടായ സാംസ്കാരിക നഗരി അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ CMS ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് താരമ്പൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ പ്രൊഫസർ R ബിന്ദു, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CK മേനോന്റെ മകൻ ജയകൃഷ്ണൻ, തിരുവമ്പാടി പാർമേക്കാവ് അടക്കമുള്ള വിവിധ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടിമിന്നലിൽ ദേശീയപാത ആമ്പല്ലൂരിലെ സിഗ്നൽ സംവിധാനം മണിക്കൂറുകളോളം തകരാറിലായി. സിഗ്നലുകൾ തകരാറിലായതോടെ സെൻട്രലിൽ വാഹനങ്ങളും വഴിയാത്രക്കാരും ജീവൻ പണയം വെച്ചാണ് ദേശീയപാത മുറിച്ചുകടക്കുന്നത്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാണ് സിഗ്നലുകളുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതല. അപകട മേഖലയായ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ടോൾ കമ്പനി അധികൃതർ മുൻകൈ എടുക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. പ്രകൃതിയോട് മല്ലടിച്ച് പതിറ്റാണ്ടുകളായി തരിച്ചിട്ട പാടത്ത് പച്ചപ്പണിയിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് വേലൂർ തണ്ടിലം സ്വദേശി മച്ചിങ്ങൽ ദിലീപ് കുമാർ. സമ്മിശ്ര പച്ചക്കറി കൃഷിയിൽ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ദിലീപിന് നെൽകൃഷി ജീവവായു കൂടിയാണ്. കൃഷിയില്ലാത്ത ജീവിതം അർത്ഥശൂന്യമാണെന്നാണ് കാർഷിക രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ടെത്തിയ ദിലീപിന്റെ കണ്ടെത്തൽ. വർഷങ്ങളായി തരിച്ചിട്ട് കിടക്കുന്ന 4 ഏക്കറിലധികം സ്ഥലത്താണ് ദിലീപ് കൃഷി ഇറക്കിയിരിക്കുന്നത്. തന്റെ കൃഷിയിടത്തിൽ എന്തെങ്കിലും എന്നതിനേക്കാൾ ആവശ്യമുള്ളതും അതിലേറെ ഗുണമേന്മയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിളവൊരുക്കുന്നത്. 25 വർഷം മുൻപ് തണ്ടിലം പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പാട്ടത്തിനെടുത്ത് തുടങ്ങിയ കൃഷി ഇപ്പോൾ വിവിധ വിളകളിലായി 7 ഏക്കറിലധികം സ്ഥലത്താണ് വ്യാപിച്ചു കിടക്കുന്നത്. തന്റെ കൃഷിയിടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് തരിശുനിലം കർഷക കൂട്ടായ്മയൊരുക്കി വരും വർഷങ്ങളിൽ പ്രദേശമാകെ കൃഷി വ്യാപിപ്പിക്കുക എന്നതാണ് ദിലീപിന്റെ ലക്ഷ്യം. ഞാനിപ്പോൾ ചെയ്യണത് ആദ്യം ഒരു 2 ഏക്കറേ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു 1.5 ഏക്കറും കൂടി കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ പാടത്തിനെടുത്തിട്ട് അതും ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഒരു 10-50 ഏക്കർ സ്ഥലം ഇതിൻ്റെ ബാക്കിലായിട്ട് കിടക്കുന്നുണ്ട്. അത് ചൂണ്ട പഞ്ചായത്തിൻ്റെ ഇതിലാണ് വരുന്നത്. ചെറുപ്പക്കാർ അങ്ങനെയുള്ളവരൊക്കെ കൃഷിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ടും കൂടി കിട്ടുകയാണെങ്കിൽ ഇത്രയും ഈ 10-50 ഏക്കറും കൂടി കൃഷി ചെയ്യാൻ വരും. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഷേളിയാണ് ഭാര്യ. കൃഷിയിടത്തിൽ മകൻ അശ്വത്തിൻ്റെയും ഭാര്യയുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. അർഹതയ്ക്കുള്ള അംഗീകാരമായി മികച്ച കർഷകനുള്ള ജില്ലാതല അവാർഡും ദിലീപിനെ തേടിയെത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും വായ്പയെടുത്ത് ആരംഭിക്കുന്ന കൃഷി ഒരിക്കലും ചതിച്ചിട്ടില്ലെന്നും ദീർഘവീക്ഷണത്തോടെ കൃഷി വിഭവങ്ങൾ ഒരുക്കിയാൽ നെല്ലിന് ആരെയും ആശ്രയിക്കേണ്ടി വരില്ലെന്നും ദിലീപ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. TCV എരുമപ്പെട്ടി. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം 22-ന് ദേശവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്.
വിയൂർ ജയിലിൽ തടവുകാരിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. കോഴിക്കോട് സബ് കോടതി ശിക്ഷിച്ച വിവിധ മോഷണ കേസിലെ പ്രതി ദീപകിൽ നിന്നാണ് 2 മൊബൈൽ ഫോണുകൾ ജയിൽ ജീവനക്കാർ പിടിച്ചെടുത്തത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു. തൃശൂരിലെ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട് പിടിയിലായവരെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് സ്വർണവുമായി പോയിരുന്ന ആളെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് തൃശൂരിലും പരിസര പ്രദേശങ്ങളിലും സ്വർണ്ണവേട്ട വ്യാപകമായി നടന്നത്. കസ്റ്റംസ് ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 23 കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ 177 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. പിടിയിലായ 17 പേരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ ഹാജരാക്കും. 102 കിലോഗ്രാം സ്വർണവും 2 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസിയും $1900 പിടിച്ചെടുത്തത്. 20 വർഷം തരിച്ചുകിടന്ന 3.5 ഏക്കറിൽ പ്ലാവ് ഗ്രാമം ഒരുങ്ങുന്നു. മുരിയാട്, വേളൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഊരകത്താണ് ദേശീയ സസ്യ ജനിതക സംരക്ഷണ പുരസ്കാര ജേതാവ് പ്ലാവ് ജയന്റെ നേതൃത്വത്തിൽ പ്ലാവുകളുടെ ഗ്രാമം ഒരുങ്ങുന്നത്. പ്രവാസിയായ മണിമാടത്തിൽ രജിതന്റെ ഭൂമിയാണ് ഇതിനായി ജയന് വിട്ടു നൽകിയിരിക്കുന്നത്. 3 മാസം മുൻപ് തനിക്ക് വിട്ടുകിട്ടിയ ഭൂമിയിൽ ജയൻ ഇതിനകം 18 ഇനത്തിൽപ്പെട്ട 520ഓളം വിത്ത് പ്ലാവുകൾ നട്ടു. നാട്ടറിവ് പ്രകാരം നട്ടുമുളപ്പിച്ച പ്ലാവിൻ തൈകളാണ് ഇവിടെ നടുന്നത്. 6 മാസം കഴിഞ്ഞാൽ ഇവ കാവടി വലുപ്പത്തിൽ വളർച്ച കൈവരിക്കും. 4 വർഷം കഴിയുന്നതോടെ പൂർണ്ണ വളർച്ചയെത്തി ഫലം നൽകാൻ തുടങ്ങും. അതോടെ ഈ ഭൂമി ഹരിതമയമാവുകയും ശീതീകരിച്ച മുറിക്ക് തുല്യമാകുമെന്നും ജയൻ പറയുന്നു. പക്ഷികളും പൂമ്പാറ്റകളും ഇവിടേക്ക് കൂട്ടത്തോടെ എത്തും. പറമ്പിലെ പലയിടത്തായി പൈപ്പുകൾ സ്ഥാപിച്ചാണ് തൈകൾ നനയ്ക്കുന്നത്. ഒരു വേനലിൽ നനച്ചാൽ പിന്നെ ഒരിക്കലും നനച്ചില്ലെങ്കിലും പ്ലാവുകൾ വളരുമെന്ന് ജയൻ പറയുന്നു. ഇവിടെ മറ്റു പണിക്കാരില്ല. ജയനും ഭാര്യ സ്മിതയുമാണ് ഇവിടത്തെ മുഴുവൻ സമയ പണിക്കാർ. ഒഴിവു സമയങ്ങളിൽ മക്കളായ ആദിത്യനും അലമേലവും സഹായിക്കാനെത്തും. വിത്ത് പ്ലാവുകൾ 150 വർഷം വരെ ഫലം തരുമെന്ന് ജയൻ പറയുന്നു. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗും ഒക്കെ തനി ബിസിനസ്സാണ്. അത് പ്രകൃതിക്ക് ഒരു മുതൽക്കൂട്ടം ഉണ്ടാക്കുന്നില്ല. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തരം മായയാണ്. കൃഷി എന്ന് തന്നെ പറയാൻ പറ്റില്ല, ബിസിനസ്സാണ്. ബിസിനസ് കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് പ്ലാവുകൾക്ക് വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ കഴിയും. നീർത്തട സംരക്ഷകർ കൂടിയാണ് പ്ലാവുകൾ. പ്ലാവ് ഗ്രാമം പൂർണ്ണമാവുന്നതോടെ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടാവില്ലെന്നും മഹാഗണി, തേക്ക് പോലുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞതാണ് നാട്ടിലെ ഭൂഗർഭ ജലക്ഷാമത്തിന് പ്രധാന കാരണമെന്നും ജയൻ പറയുന്നു. 7 വർഷം മുൻപ് ഭാരതപ്പുഴയുടെ തീരത്ത് 9 ഏക്കർ സ്ഥലത്ത് ജയന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പ്ലാവ് ഗ്രാമം കാണാനും പഠിക്കാനും വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ പേരാണ് ഇന്നും എത്തുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. ചിന്മയ മിഷൻ പ്രസ്ഥാനത്തിന്റെ ആഗോളാചാര്യൻ സ്വാമി സ്വരൂപാനന്ദ നയിക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് തൃശൂരിൽ തുടക്കമായി. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷൻ കേരള റീജിയണൽ മേധാവി സ്വാമി വിവിക്താനന്ദ അധ്യക്ഷത വഹിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, ചിന്മയ മിഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉഷ, കൺവീനർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച അധ്യാപകർക്കുള്ള ചിന്മയ ഗൌരവ പുരസ്കാരവും വിവിധ ബോർഡുകൾ സംസ്ഥാന തലത്തിൽ നടത്തിയ 12ാം ക്ലാസ്സിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്വാമി സ്വരൂപാനന്ദ സമ്മാനിച്ചു. ദേശീയപാത കുതിരാനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചുവന്നമണ്ണ് മുതൽ വാണിയമ്പാറ വരെയാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. കുഴികളിൽപ്പെട്ട് വാഹനങ്ങൾ വേഗം കുറച്ച് പോകുന്നതാണ് കുരുക്കിന് കാരണമാകുന്നത്. കുതിരാനിൽ KSRTC ബസ് ഉൾപ്പെടെ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടവും ഗതാഗതക്കുരുക്കിന് കാരണമായി. അതേസമയം ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുതിരാൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 20-ന് രാപ്പകൽ സമരം നടത്തും. ചേലക്കരയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ച ട്യൂഷൻ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലാക്കോട് തോട്ടുപാലം പ്രദേശത്ത് താമസിക്കുന്ന കുന്നത്തുപിടികയിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 49 വയസ്സുള്ള സക്കീർ ഹുസൈനെയാണ് ചേലക്കര CI ബാലകൃഷ്ണൻ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. വീട്ടുകാർ പോലീസിന് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയേറ്റ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. വിമല കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് വിജയിച്ചു. ആകെ 9 ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും. 2 ദേശീയ താരങ്ങളുമായാണ് തൃശൂർ വിമല കോളേജ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഊബർ ടാക്സി വാടകയ്ക്ക് വിളിച്ച് ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ കൗമാരക്കാരനുൾപ്പെടെ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂട്ടുപ്രതിയായ സുഹൃത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കാർ തട്ടിയെടുക്കൽ ആസൂത്രണം ചെയ്തത് കൗമാരക്കാരനെന്ന് പോലീസ്.
രമ്യ ഹരിദാസ് എംപിയുടെ പ്രസ്താവന തള്ളി വനിതാ കമ്മീഷൻ. ഒരു ഘട്ടത്തിലും പക്ഷപാതപരമായി പെരുമാറിയിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. ശക്തനഗറിലും വടക്കേ സ്റ്റാൻഡിലും പൂരനഗരിയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾ പുരോഗമിക്കുന്നു. ശക്തനിൽ സ്കൈവാക്കും വടക്കേ സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡുമാണ് ഒരുങ്ങുന്നത്. ഗതാഗതക്കുരുക്കഴിയാതെ പുഴയ്ക്കൽ. യാത്രക്കാർക്ക് വെല്ലുവിളിയായി പഴയ പാലത്തിലെ കുഴികൾ. ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടികൂടുന്നത് തുടർക്കഥയാകുന്നു. ഭക്ഷണം വിഷമാകുന്നതറിയാതെ ഉപഭോക്താക്കൾ. പെട്രോൾ പമ്പ് ഉടമ മനോഹരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ റിമാൻഡിൽ. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അന്വേഷണ സംഘം കണ്ടെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCB ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.